നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സാധാരണമായ ഒരു പ്രതിഭാസമാണ് കുറഞ്ഞ പോളിംഗ് ശതമാനം. എന്തുകൊണ്ടാണ് കേരളം ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പഴയ ആവേശത്തോടെ ഒഴുകിയെത്താതിരുന്നത്? വോട്ടർമാരുടെ ഈ നിശബ്ദത ആരുടെ നെഞ്ചിപ്പാണ് കൂട്ടുന്നത്? LDFന്റെയോ UDFന്റെയോ അതോ BJPയുടെയോ? കുറഞ്ഞ പോളിംഗ് ശതമാനം എന്നത് കേവലം ഒരു കണക്കല്ല, മറിച്ച് ജനവിധിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു സുപ്രധാന രാഷ്ട്രീയ സൂചകമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കണ്ട വോട്ടർമാരുടെ തണുപ്പൻ പ്രതികരണം മൂന്ന് മുന്നണികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എന്താണ് ഇതിനു പിന്നിലെ കാരണങ്ങൾ? ആർക്കാണ് ഇത് ഗുണകരമാവുക? നമുക്ക് കണക്കുകളിലൂടെയും കാരണങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കാം. തിരുവനന്തപുരം നഗരം 58.5% വരെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണയേക്കാൾ ഇത് 2% കുറവാണ്. തിരുവനന്തപുരം ജില്ല എടുത്താൽ 67%, അതായത് കഴിഞ്ഞ തവണയേക്കാൾ 3% കുറവ്. തെക്കൻ കേരളത്തിലെ 7 ജില്ലകൾ ഒരുമിച്ചെടുത്താൽ 70.9%. 2020 ഇത് 73.7 ആയിരുന്നു. ഏകദേശം 3% കുറവ്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു പ്രകടമായ ഇടിവ് തന്നെയാണ്. കാരണങ്ങൾ നമുക്ക് നോക്കാം. രാഷ്ട്രീയ വിഷയങ്ങളുടെ അഭാവം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അവസാന ഘട്ടത്തിൽ യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടത് വൈകാരികമായ വിഷയങ്ങളായിരുന്നു. ശബരിമല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ദിലീപ് കേസ് വിധി തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. വോട്ടർമാരിൽ കണ്ടപ്പെട്ട ഒരുതരം മടുപ്പ്. നിഷ്പക്ഷ വോട്ടർമാരിലും ഒരു കാലത്ത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നവരിലും ഒരുതരം മരവിപ്പ് ദൃശ്യമായിരുന്നു. ശബരിമല പോലത്തെ വിഷയങ്ങളിൽ CPM നേതൃത്വം പ്രതിക്കൂട്ടിലായപ്പോൾ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയാതെ, എന്നാൽ UDFനെയോ BJPയോ വോട്ട് ചെയ്യാൻ മനസ്സ് വരാതെ ചില ഇടതുപക്ഷ വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടിരിക്കാം. ഈ വിഭാഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് നിർണായകമായേക്കാം. ജനങ്ങളുടെ ഒരു അലസത. തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ ഈ പ്രവണത വ്യക്തമായിരുന്നു. സർക്കാർ ജീവനക്കാരും ടെക്നോ പാർക്ക് ജീവനക്കാരും തിരഞ്ഞെടുപ്പിനോട് അടുത്തു വന്ന വാരാന്ത്യം അവധിക്കാല മനോഭാവത്തോടെ കണ്ടത് പോളിംഗ് ശതമാനത്തെ കാര്യമായി ബാധിച്ചു. ഈ കുറഞ്ഞ പോളിംഗ് ഓരോ മുന്നണിക്കും ഗുണവും ദോഷവുമാവാം. തങ്ങൾക്ക് കിട്ടേണ്ട കേഡർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടെന്നും നഷ്ടമായത് എതിരാളികളുടെ വോട്ടുകളാണെന്നും LDF വാദിക്കുന്നു. എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിൽ മനംപടുത്ത ഇടതുപക്ഷ അനുഭാവികൾ വിട്ടുനിന്നതാണ് ഈ കുറവിന് കാരണമെന്ന് UDFും വിശ്വസിക്കുന്നു. ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഓരോ മുന്നണികളുടെയും പ്രതീക്ഷകളും ആശങ്കകളും നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കാനുള്ള നിർണായകമായ പോരാട്ടമാണ് UDFിനിത്. യുവ നേതൃത്വവും ചിട്ടയായ പ്രവർത്തനങ്ങളും മുൻനിർത്തി കളത്തിലിറങ്ങിയ UDF ചില ജില്ലകളിൽ വലിയ പ്രതീക്ഷ പുലർത്തുമ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് യുവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയും K മുരളീധരനെയും K ശബരിനാഥനെയും പോലുള്ള നേതാക്കളെ ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിച്ചും വലിയൊരു മുന്നൊരുക്കമാണ് UDF തലസ്ഥാനത്ത് നടത്തിയത്. സംഘടനാ സംവിധാനം മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഉണർന്നു പ്രവർത്തിച്ചെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും സാധിക്കുന്നില്ല. എറണാകുളത്താകട്ടെ UDFന്റെ ഏറ്റവും ഉറച്ച കോട്ടയായി എറണാകുളം ജില്ല തുടരുകയാണ്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുമെന്നും കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ 2020 സ്ഥാനാർത്ഥികൾ നഗരസഭയിലെ പിടികൂടുന്ന വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് UDFന്റെ മുന്നേറ്റത്തിന്റെ തിളക്കം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കോട്ടയത്തിലാകട്ടെ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു അഭിമാന പോരാട്ടത്തിന്റെ വേദിയാണ് ഇത്തവണ കോട്ടയം. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് M LDFനൊപ്പവും ജോസഫ് ഗ്രൂപ്പ് UDFനൊപ്പവും നിന്ന് ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമാണ്. ഈ തിരഞ്ഞെടുപ്പിലെ പ്രകടനം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ LDFന് കഴിഞ്ഞില്ലെങ്കിൽ ജോസ് കെ മാണി UDFിലേക്ക് തിരിച്ചു പോകുമോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. പത്തനംതിട്ടയിലാകട്ടെ 2020 കൈവിട്ടുപോയ ജില്ലാ പഞ്ചായത്ത് ഇത്തവണ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങളുടെ പരമ്പരാഗത തട്ടകത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനാവുമെന്നാണ് ഇവരുടെ കണക്കൂട്ടൽ. UDF ഇത്തരത്തിൽ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുമ്പോൾ ഭരണമുന്നണിയായ LDF ഈ വെല്ലുവിളികളെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭരണമുന്നണി എന്ന നിലയിൽ LDFന് ഈ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പ്രശ്നമാണ്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്താനും പുതിയ സഖ്യങ്ങളുടെ പിൻബലത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുമാണ് അവർ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ ജില്ലാ പഞ്ചായത്തുകളിൽ LDFന് നേരിയ മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ജില്ലകളിലെ ശക്തമായ സംഘടനാ സംവിധാനമാണ് അവരുടെ കരുത്ത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായുള്ള സഖ്യം LDFന് നിർണായകമാണ്. ക്രൈസ്തവ സഭകളിലേക്കുള്ള ഒരു പാലം എന്ന നിലയിലാണ് CPM ഈ ബന്ധത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ പരിഗണന നൽകാനും അവർ തയ്യാറായി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPMഉം കേരള കോൺഗ്രസും 9 സീറ്റുകൾ വീതം നൽകുമ്പോൾ CPIക്ക് 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഈ സീറ്റ് വിഭജനം CPIയിൽ കടുത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോലും നിഷ്പ്രഭമായി പോകുന്നു എന്നൊരു ചിന്ത CPI നേതാക്കൾക്കിടയിലുണ്ട്. LDFന്റെ ഈ തന്ത്രപരമായ നീക്കങ്ങൾക്കിടയിൽ കേരള രാഷ്ട്രീയത്തിന്റെ മൂന്നാമത്തെ ശക്തിയായി വളരാൻ ശ്രമിക്കുന്ന BJPയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന്
ഒന്ന് നോക്കാം. തെക്കൻ കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടെ പുതിയ തന്ത്രങ്ങളുമായാണ് BJP ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പരമ്പരാഗത വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെക്കുന്നതിനോടൊപ്പം പുതിയ മേഖലകളിലേക്ക് കടന്നു കയറാനും അവർ ശ്രമിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കഴിഞ്ഞ തവണയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാവുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ശബരിമല പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പരമ്പരാഗതമായി LDF-നൊപ്പം നിന്നിരുന്ന ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗം വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ ഒരു പുതിയ പരീക്ഷണത്തിനും BJP മുതിർന്നിട്ടുണ്ട്. ക്രൈസ്തവ വോട്ട് ബാങ്കിൽ ഒരു ചെറിയ സ്വാധീനമെങ്കിലും ഉറപ്പിക്കാനായാൽ അത് ഭാവിയിൽ വലിയ നേട്ടമാവുമെന്ന് അവർ കരുതുന്നു. 2020 ഈ ജില്ലകളിൽ അല്പം പിന്നോട്ട് പോയെങ്കിലും ഇത്തവണ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടിയുള്ളത്. ചുരുക്കത്തിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം സൃഷ്ടിച്ച അനിശ്ചിതത്വത്തിലേക്കാണ് തെക്കൻ കേരളം. എറണാകുളത്തും പത്തനംതിട്ടയിലും പ്രതീക്ഷയർപ്പിക്കുന്ന UDF-ഉം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ബെൽറ്റിലും കോട്ടയത്തെ പുതിയ സഖ്യത്തിലും വിശ്വാസമർപ്പിക്കുന്ന LDF-ഉം പുതിയ വോട്ട് ബാങ്കുകൾ തേടുന്ന BJP-യും ഒരുപോലെ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. തെക്കൻ കേരളത്തിലെ ഈ 7 ജില്ലകളിലെ ജനവിധി കേവലം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, വരാനിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയുടെ ഒരു ദിശാസൂചിക കൂടിയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ജില്ലകളിൽ ആര് നേട്ടമുണ്ടാക്കും? നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.